2025 നടക്കാൻ പോകുന്ന ശനിമാറ്റവും വ്യാഴമാറ്റവും വഴി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്ന ഒരു രാശിയാണ് തുലാം രാശി എന്ന് പറയുന്നത്. ശനിയും വ്യാഴവും നല്ല സ്ഥാനത്ത് വരുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സുവർണ കാലഘട്ടം കൊണ്ടുവരും. തുലാം രാശിക്കാരുടെ 4ാമത്തെയും 5ാമത്തെയും ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ശനി നിങ്ങളുടെ 6ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 6ാം ഭാവം എന്ന് പറയുന്നത് ശനിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനം കൂടിയാണ്. ഇവിടെ എതിരാളികളുടെ മേലുള്ള വിജയം നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ മെച്ചപ്പെട്ട സ്വാധീനം വാഗ്ദാനം ചെയ്യുന്നു. ജോലിയിലെ നിങ്ങളുടെ ഉത്സാഹത്തോടെയുള്ള പരിശ്രമങ്ങൾ അർഹമായ പ്രതിഫലം നൽകും. നിങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തുകയും മത്സര വെല്ലുവിളികളെ അതിജീവിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നിങ്ങളുടെ തൊഴിൽ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ശത്രുതയും മാറ്റി, അല്ലെങ്കിൽ ആ ശത്രുക്കളെയൊക്കെ അറുതി വരുത്തി നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരു വളരെ ഉയർച്ചയുടെ കാലഘട്ടം കൊണ്ടുവരും. നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരെയൊക്കെ സ്വന്തം രീതിയിൽ കൈകാര്യം ചെയ്യാനും, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരെ ഉപയോഗിക്കാനും നിങ്ങൾക്ക് ആ പ്രൊഫഷണൽ ജീവിതത്തിൽ അതുവഴി പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ജൂലൈ നവംബർ മാസങ്ങളിൽ ചിലവ് ശ്രദ്ധിച്ചിരിക്കുക. കൂടാതെ തുലാം രാശിക്കാർക്ക് 8, 12, 3 ഭാവങ്ങളിൽ ശനി സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതാണ്. കൂടാതെ 8ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സ്ഥാനം കൂടിയാണ്. അവിടെ നിന്ന് വീക്ഷിക്കുന്ന ആ ഒരു ശനി കുറച്ച് നാളുകളായി നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളെ അലട്ടിയിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിനും ഒപ്പം മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു സന്തുലിതാവസ്ഥയൊക്കെ വരാനുമൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ വരുമെങ്കിലും അത് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു തുലാം രാശിക്കാരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ കൂടി കൂട്ടിച്ചിന്തിക്കുമ്പോൾ വ്യാഴസംക്രമം 2025 അനുസരിച്ച്, അതായത് മെയ് 14 മാറുന്ന വ്യാഴമാറ്റം അനുസരിച്ച് തുലാം രാശിയുടെ 3ാമത്തെയും 6ാമത്തെയും ഭാവങ്ങളുടെ അധിപനാണ് വ്യാഴം. ഈ സംക്രമത്തിൽ അത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുക. 9ാം ഭാവത്തിൽ വ്യാഴത്തിന്റെ സംക്രമം നിങ്ങളുടെ മതപരമായ കാഴ്ചപ്പാടുകളെ ശക്തിപ്പെടുത്തുകയും മതപരമായ പ്രവർത്തനങ്ങളിൽ സന്തോഷത്തോടെ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യും. മതപരമായ യാത്രകളും തീർത്ഥാടനങ്ങളും നടത്തും. കഠിനാധ്വാനത്തിനും കൂടുതൽ പരിശ്രമത്തിനും ശേഷം മാത്രമേ നിങ്ങൾക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങളുടെ സ്ഥിര ഉത്സാഹം, ആ ഒരു എനർജി ലെവൽ തന്നെ മുമ്പോട്ട് പോകേണ്ടതാണ്. നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രയും ഫലങ്ങൾ നിങ്ങൾ കൈവരിക്കും. വ്യാഴസംക്രമം 2025 സഹോദരന്മാരുടെ സഹായത്താൽ നിങ്ങളുടെ ജോലി വേഗത്തിലാകും. ഇവിടെ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ രാശി ചിഹ്നം പരിശോധിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ 1ാം, 3ാം, 5ാം ഭാവങ്ങൾ നല്ല വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ല പുരോഗതി കൈവരിക്കാനുള്ള സമയമാണ് കൈവരുന്നത്. പ്രത്യേകിച്ച് 5ാം ഭാവം എന്നൊക്കെ പറഞ്ഞ വ്യാഴത്തിന്റെ ഏറ്റവും അനുകൂല ഫലങ്ങൾ തരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് വിവാഹം തടസ്സങ്ങളായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് നല്ല വിവാഹ ബന്ധങ്ങളൊക്കെ കിട്ടും. പ്രണയബന്ധങ്ങളിലൊക്കെ പെട്ടിരിക്കുന്നവർക്കൊക്കെ ആ പ്രണയബന്ധം വീട്ടിൽ പറഞ്ഞ് നിങ്ങൾക്ക് ആ അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധിക്കും. കൂടാതെ നല്ല സന്താനങ്ങൾ ജനിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ആ കുടുംബത്തിൽ സൽസന്താനങ്ങളൊക്കെ ജനിക്കും. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. മതപരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുന്നതാണ്. ഒക്ടോബറിൽ വ്യാഴം 10ാം ഭാവത്തിലേക്ക് നീങ്ങുന്നത് ജോലിയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് 10ാം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവമായതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ തൊഴിൽ മേഖലയിൽ ശ്രദ്ധിക്കുക. അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. ഡിസംബറിൽ വ്യാഴം നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതാണ്. ഇത് പിന്നോക്കാവസ്ഥയിൽ സഞ്ചരിക്കുന്നതിനാൽ പിതാവിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള പിതാവാണെങ്കിൽ ആ പിതാവിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ ചെലുത്തുക. ഈ കാര്യങ്ങളൊക്കെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ വ്യാഴമാറ്റവും ശനിമാറ്റവും ഏറ്റവും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ തരുന്നത് തീർച്ചയായും തുലാം രാശിക്കാർക്കാണ്. അതുകൊണ്ട് ഇനി വരുന്ന 2.5 വർഷക്കാലം വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കി മുമ്പോട്ട് കൊണ്ടുപോവുക.